ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് അല്ലേ. ദർ ആർ 3 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്: ഇക്വലേറ്റർ ട്രയാങ്കിൾസ്, സ്കെലീൻ ട്രയാങ്കിൾസ് ആൻഡ് ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, ബൈ സൈഡ് നമ്മൾ 3 ട്രയാങ്കിൾസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് all angle measures 60 degree. ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, അദ്ദേഹത്തിന് എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 2 sides ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ആ 2 സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് സ്കെലീൻ ട്രയാങ്കിളാണ്. സ്കെലീൻ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആർ ഡിഫറെൻറ്റ്. ഒരു സൈഡും ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കില്ല. ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈ ആംഗിൾ ബേസ്. ബൈ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിക്ക് ലെസ്സാണ്. ദെൻ ഒബ്റ്റൂസ് ആംഗിൾ എന്ന് വെച്ചാൽ ഒരു ആംഗിൾ 90 ഡിഗ്രിക്ക് മുകളിലാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പിന്നെ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഫസ്റ്റ് വൺ angle sum property. Angle sum property എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിളാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും, ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ സം 180 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിൾസും ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് പ്രോപ്പർട്ടി. പിന്നെ നമ്മൾ പഠിച്ചത് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 2 സൈഡ്സ് ഈക്വലാണ്. അതേപോലെ തന്നെ അതിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സും ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റായി ഈ ആംഗിളും ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റായി ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ നമ്മൾ പഠിച്ചത് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ അതിന് ഇവിടെ നമ്മൾ ഡി കൊടുക്കുന്നു, ഇവിടെ എ കൊടുക്കുന്നു, ഇവിടെ ബി കൊടുക്കുന്നു. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഈ ഒരു ആംഗിൾ ഈക്വൽ ടു ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ, സം ഓഫ് ഓപ്പോസിറ്റ് 2 ഇൻറ്റീരിയർ ആംഗിൾസ്. അതായത് ഡി ഈക്വൽ ടു എ പ്ലസ് ബി. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് 2 ഇൻറ്റീരിയർ ആംഗിൾസ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ
എക്സ്റ്റീരിയർ ആംഗിളിന് ഈക്വലാണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ നമ്മൾ പഠിച്ചത് വേറൊരു കാര്യം പഠിച്ചത് ഒരു ട്രയാങ്കിളിൻ്റെ ഗ്രേറ്റർ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളായിരിക്കും ഗ്രേറ്റർ. അതായത് ഇതൊരു ABC ട്രയാങ്കിൾ ആണെങ്കിൽ AC ആണ് ഗ്രേറ്റർ ആംഗിൾ, അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന B ആയിരിക്കും ഗ്രേറ്റർ ആംഗിൾ. ഇഫ് AB ആണ് ഗ്രേറ്റർ സൈഡ് എങ്കിൽ ABക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്ന C ആണ് ഗ്രേറ്റർ ആംഗിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് അതായത് ഇപ്പോൾ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, 2 ട്രയാങ്കിൾസ് നമ്മൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ABCയും PQRും ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് 5 റൂൾസ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ SAS, ദാറ്റ് ഈസ് സൈഡ് ആംഗിൾ സൈഡ്. ദെൻ ASA, ആംഗിൾ സൈഡ് ആംഗിൾ. ദെൻ AAS, ആംഗിൾ ആംഗിൾ ദെൻ സൈഡ്. ഇവിടെ സൈഡ് 2 ആംഗിളിൻ്റെ നടുക്കല്ല, അപ്പോൾ 2 ആംഗിളിന് നടുക്ക് വന്നാൽ ASA റൂളാവും. ഇപ്പോൾ 2 ആംഗിളും നടുക്കല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സൈഡാണെങ്കിൽ AAS റൂളാവും. ദെൻ RHS, റൈറ്റ് ആംഗിൾ hypotenuse then side. The last one SSS, that is side side side. ഈ 5 റൂൾസ് വെച്ചിട്ട് 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാമെന്ന് ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങൾ. 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് നമ്മൾ ഏതെങ്കിലും റൂൾ വെച്ച് പ്രൂവ് ചെയ്താൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് CPCT, ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. അതായത് നമ്മളിപ്പോൾ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് എന്ന് പ്രൂവ് ചെയ്താൽ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും, ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും, ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് എന്ന് പ്രൂവ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഈ 2 സൈഡും ഈക്വലാണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. അതായത് സൈഡ് ഈക്വലാണെന്ന് കോൺഗ്രുവൻ്റ് എന്ന് പ്രൂവ് ആയാൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇഫ് ആംഗിളാണ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്താൽ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും ഈക്വൽ ആയിരിക്കും.